വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ സ്വന്തം താരം. അമ്മു, നീ എപ്പോഴാ ഇനി തിരിച്ചു വരാ? കുറച്ചു നാളായില്ലേ? ഇന്നത്തെ ദിവസം നീ ശരിക്കും മിസ് ചെയ്തോട്ടാ. ഞാൻ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരും, പക്ഷേ ഈ ഫുഡൊക്കെ മിസ് ചെയ്യണം. അപ്പോൾ ഇന്നൊരു ഷൂട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. മലയാളത്തിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു നടിയാണ്, ദിലീപിൻ്റെ കൂടെ നായികയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു നടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരാളെ ഷൂട്ടിന് പോകാൻ വേണ്ടി വിളിച്ചതാണ്. അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. രാവിലെ 7:45 സമയം. ഇതാ ചുരുണ്ട് കൂടി ഇരിക്കുകയാണ്, എവിടെയും വരില്ല എന്ന് പറഞ്ഞിട്ട്. ഹലോ, റെഡിയാവോ? നമ്മുടെ എനിക്ക് വരുന്നതുണ്ട്, പക്ഷെ എനിക്ക് തീരെ വയ്യ. ഒന്ന് കുറച്ച് ഇവിടെ റെസ്റ്റ് എടുത്താലോ ആലോചിക്കും. അതായത് മൃദുല മോള് നാട്ടിൽ പോയതായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ വിശേഷം എന്താ വെച്ചാൽ, നമ്മുടെ ലാസ്റ്റ് സാറ്റർഡേ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവരുടെ ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ശേഷമാണ് മേ ബി ഒരു 1 hourലാണ് ഈ ഇസ്രായേൽ ഇറാൻ US കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മുതലേ ഞാനിങ്ങനെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്തായി നിങ്ങളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടർക്കിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി തിരിച്ചൊന്നും പോകില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ തിരിച്ചു വന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അല്ല, അന്ന് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഞാൻ അബുദാബി ഒരു 4-5 ദിവസം, ഇന്നലെ മിനിയാന്നൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ 4-5 ദിവസം അബുദാബിയിലൊക്കെ കുടുങ്ങിയതിനെ. ദൈവാനുഗ്രഹം ശരിക്കും. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേ നമ്മളെ ഫോളോ ചെയ്യണം, നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്യണം കുറേ പേരുണ്ട് ഈ UAE-ലും അതിലെ അറബ് കൺട്രിയിലൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്യുമ്പോൾ പറയായിരുന്നു എങ്ങനെയുണ്ട് ഫീൽ എന്ന്. അപ്പോൾ ശരിക്കും അത് അവർ പറയുമ്പോഴാണ് ഓരോ കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തൊരു ഇമ്പാക്റ്റാണ് അതുള്ളതെന്ന്. ഇടയ്ക്ക് ശബ്ദങ്ങൾ വരും, സ്ഫോടനം അല്ലെങ്കിൽ എമർജൻസി സൈറൻ, അപ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അതൊക്കെ അവർ പറയുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. സോ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ യുദ്ധമൊക്കെ ഒന്ന് തീരുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും, എല്ലാ UAE-യിൽ ഇത് എഫക്റ്റ് ചെയ്ത് എല്ലാവരും സേഫായിരിക്കുക, എല്ലാവരും സേഫായിരിക്കുക, അതേ ഞങ്ങൾ പ്രാർത്ഥിക്കണല്ലോ. മാത്രമല്ല നമ്മൾ മലയാളത്തിലെ മീഡിയ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഓവറാക്കിയിട്ട് ഇതിനെ കാണിക്കുകയും ചെയ്യും. അപ്പം ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. പക്ഷെ നാട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർക്കും പിന്നെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ ഇവർ ഓക്കെ ആണോ എന്നുള്ളത്. ബാക്കി അതെല്ലാം ഓക്കെ ആയാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനകം തന്നെ ഇതൊക്കെ നിൽക്കണ്ടാവെന്ന് വിചാരിക്കണം. ഉറപ്പാണോ ഷൂട്ടിന് വരില്ലെന്ന്? ഞാൻ ഇന്ന് എൻ്റെ ബോഡി പറയണത് കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കാം. വന്നതിന് ശേഷം ഓഫീസ് പണിയും എല്ലാം കൂടി അൺപാക്കിങ്ങും ഇതൊക്കെ കാരണം ആകെ വയ്യാതിരിക്കുക. വീക്കെൻഡ് പിന്നെ പിള്ളേരുടെ കൂടെയും കുറച്ച് സ്പെൻഡ് ചെയ്യുക. കുറേ ദിവസമില്ല, മനുവിൻ്റെ കൂടെ ഇവിടെ ഇല്ലാണ്ട്. അപ്പം പോയിട്ട് എൻജോയ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അത് കുഴപ്പമില്ല, നീ വന്നോ. What movie did you guys watch yesterday? ഏത് മൂവിയാണ് നമ്മൾ കണ്ടിട്ട്? ഇന്നലെ രാത്രി എന്താ കണ്ട? ലവ് സ്റ്റോറി. ലൈറ്റും ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളല്ലേ കേരള ഡിലൈറ്റ്സിൻ്റെ. എൻജോയ്. അപ്പോൾ ഷൂട്ടൊക്കെ അടിപൊളിയായി നടക്കട്ടെ. എല്ലാം എടുത്തോ? മൈക്കോ? അപ്പം ശരി, ബൈ. ഇപ്പോൾ രാവിലെ നമ്മൾ ഒരു ഷൂട്ടിന് പോവാണ് എയർപോർട്ട്. നമ്മളെ കേരള ഡിലൈറ്റ്സ് ഇപ്പോൾ ഏതൊക്കെ കൺട്രിയിലായി? നമ്മളിപ്പോൾ കേരള ഡിലൈറ്റ്സ് UK-ൽ എല്ലാ ഏരിയയിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ സിംഗപ്പൂർ സ്റ്റാർട്ട് ചെയ്തു, ന്യൂസിലാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു, അയർലാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ യൂറോപ്പിലേക്ക് വളരെ ഈ അടുത്ത് തന്നെ യൂറോപ്പിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. കാനഡ US ഈസ് ഇൻ ഡിസ്കഷൻ. ഈ വർഷം വാറിനും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് കേരള ലൈറ്റ് പല സ്ഥലങ്ങളും അതെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്, എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ വിളിക്കാൻ പോണ ആൾ ഓൾറെഡി ലാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ രാവിലെ സാറ്റർഡേ ഒക്കെ എഴുന്നേറ്റ് കത്തിച്ചു വിടണ്ടേ.
അപ്പം നമ്മൾ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് ടെർമിനൽ 5 ആണ്. ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ നായികയൊക്കെ ആയിട്ട് അഭിനയിച്ച ആക്ട്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ട് ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. നമ്മുടെ ഡയറക്ടർ റോമി. ഇതാണ് നമ്മുടെ ടോവിനെ പോലെ അഭിനയിക്കുന്ന ബെൽജോ. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അശ്വതി. മാത്രമല്ല നമ്മുടെ മമ്മൂട്ടിയുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. ഇത് വിജി. മോളുടെ പേരെന്താ? അതിഥി. ക്രിയേറ്റീവ് ഡയറക്ടർ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങൾ ഇനി ചൂടാക്കണോ അതോ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ട് ഇതിനകത്തൊരു സർപ്രൈസ് സിനിമ ആക്ട്രസ് ഉണ്ട്. ഇപ്പൊ വിജയം കാണുമ്പോൾ ആൾക്കാർ കൺവിൻസ് ആയിക്കോളും. ബിഹൈൻഡ് ദ സീൻസ് ആണ്. ക്യാമറമാൻ ചാൾസിന്റെ കൂടെ. അശ്വതി ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സനൂഷയാണ് നമ്മുടെ കേരള ഡിലൈറ്റ്സിന് വേണ്ടിയിട്ട് ഈ ആഡ് ചെയ്യണത്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനിതിൻ്റെ അവസാനം, ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഷൂട്ട് എങ്ങനെയായിരുന്നു, വീഡിയോ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഉള്ളിവട. ഉള്ളിവട എങ്ങനെയുണ്ട്? പത്ത് ദിവസം പ്രായ കുട്ടിയുടെ വേണോ? അങ്ങനെ നമ്മുടെ കേരള ഡിലൈറ്റ്സിന്റെ ഷൂട്ട് നമ്മൾ തീർത്തിരിക്കുകയാണ്. സനുഷയ്ക്ക് ഒരുമാതിരി തീരെ വയ്യാണ്ടായിട്ടുണ്ട്. മുനീറെ അല്ലല്ല, നല്ല ഭംഗിയുള്ള ലൊക്കേഷനായിരുന്നു കേട്ടോ. ക്യാമ്പർലി എന്ന് പറഞ്ഞ സ്ഥലമാണ്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ സ്വന്തം താരം. അമ്മു, നീ എപ്പോഴാ ഇനി തിരിച്ചു വരാ? കുറച്ചു നാളായില്ലേ? ഇന്നത്തെ ദിവസം നീ ശരിക്കും മിസ് ചെയ്തോട്ടാ. ഞാൻ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരും, പക്ഷേ ഈ ഫുഡൊക്കെയാ മിസ് ചെയ്യണേ.
ഓ പിന്നെ നിന്റെ അഭിനയൊക്കെ സിനിമയിൽ മതി. ഞങ്ങൾക്കറിയാം നിനക്ക് എല്ലാം UK കിട്ടൂലോ. ഇവിടെയുള്ള എല്ലാ ഭക്ഷണവും അവിടെയും കിട്ടും. അതെ, ഒരു പക്ഷെ എല്ലാ ഫുഡും ഇവിടെ കിട്ടും. പക്ഷെ നാട്ടിലെ യഥാർത്ഥ രുചി അതെല്ലായിടത്തും കിട്ടില്ല. ആ കേരള ഒത്തന്റിക് രുചിക്ക് ഒരേ ഒരു പേര്, കേരള ഡിലൈറ്റ്സ്. കേരള ഡിലൈറ്റ്സ്, കേരളത്തിന്റെ തനത് രുചി. ഇനി UK-യിലും അയർലൻഡിലും മാത്രമല്ല, യൂറോപ്പിലെങ്ങും നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലും. ദാ ചായ. ഇത് ഞാൻ ഉണ്ടാക്കിയ ചായ. ഇന്ന് ഉള്ളിവട കഴിക്കൂ. ഉള്ളിവട ഫ്രോസൺ ചൂടാക്കിയതല്ലേ. ഓ ഞാൻ ടയർഡായി. എങ്ങനെ ഉണ്ടായിരുന്നു സനുഷയുടെ കൂടെയുള്ള ഷൂട്ട്? നല്ലതായിരുന്നു കേട്ടോ. ആ നല്ല ഡേയോ? സനുഷ രാവിലെ ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്തു. ഒരു നേരെ ലൊക്കേഷനിൽ പോയി ഷൂട്ടൊക്കെ ചെയ്തു. സനുഷിനെ ഡ്രോപ്പ് ചെയ്ത് അവർക്ക് ഈവനിങ് വേറെ പ്രോഗ്രാം ഉണ്ട്, അത് പോയി. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നമ്മുടെ റോഷ്നേച്ചിയും മഞ്ജുവും വിളിച്ചു. അപ്പം ഞാൻ അവരുടെ കൂടെ നടക്കാൻ പോയി. നല്ലൊരു ലോങ് വാക്കിന്, അടിപൊളി സ്ഥലമാണ്. എന്ത് രസമറിയാം, എന്ത് ഭംഗിയല്ലേ ശരിക്കും. അപ്പം ഇതാണ് ഞങ്ങളുടെ ഈ ശനിയാഴ്ചത്തെ വിശേഷം. ഓഹോ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ പാർട്ടിക്ക് പോകാറുണ്ട്. പാർട്ടിയല്ല, ഡിന്നറിന്. ഞാൻ 3 ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട്. അവരൊന്ന് എന്നെ പിക്ക് ചെയ്യും. ഞാൻ വെറുതെ അവരുടെ കൂടെ ഒരു ചെറിയ ഡിന്നർ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാനും പിള്ളേരും ഒറ്റയ്ക്ക് വീട്ടിൽ. ഇതാണല്ലേ ഏട്ടൻ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു അച്ഛനും ഡാൻസ് പാർട്ടി നടക്കുന്ന മമ്മ എന്നൊക്കെ പറയുന്നതാണല്ലേ. എനിക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ. എപ്പോഴും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാത്രം കഴുകലും തുണി തിരുമ്പലും അടിച്ചുവരി തുടക്കലോ ഇരുന്നാൽ മതിയോ? അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.